ഏറനാട് ഏറെ പ്രത്യേകതകളുള്ള ഒരു നാട്. ഈ നാടിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിൽ പ്രധാനം പത്തായക്കോടൻ സീതി ഹാജിയുടേതാണ്. കേരള നിയമസഭയുടെ ചീഫ് വിപ്പും ഏറനാടിന്റെ ആവേശവുമായിരുന്ന സീതി ഹാജി ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുന്ന ഒരു നാടൊന്നാകെ ഹൃദയത്തിലേറ്റിയ പേരുകളിൽ ഒന്നായിരുന്നു അത്. ഏറനാട് ഒരു നാടാണ്, എന്നാൽ ഏറെ നാടുകൾ ഇങ്ങനെയില്ല. പി.കെ. ബഷീർ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏറനാടിന് സംഭവിച്ചത് അഭൂതപൂർവമായ മാറ്റങ്ങളാണ്. തന്റെ ജനതയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചു. നമ്മൾ അങ്ങോട്ട് എന്ത് ആവശ്യപ്പെട്ടാലും മാക്സിമം ഇവർ എന്നെ വേണ്ടിയൊക്കെ ചെയ്തു തരും. നല്ല ആളാണ്. നമ്മൾ എങ്ങനെ പോയാലും എപ്പോൾ പോയാലും ബസ്സിലാക്കാന്ന് വിളിച്ചാൽ ഒന്ന് തിരിഞ്ഞു വെക്കാതെ നിൽക്കില്ല. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, ഞാനൊരു വലിയൊരാളാണ്, സീതി സാഹിബിൻ്റെ മോനാണെന്നുള്ള ആ ധാരണ ഒരിക്കലും ഇല്ലാത്ത മനസ്സിലാവും. എന്ത് കംപ്ലൈൻറ്റ് ചെന്ന് പറഞ്ഞാലും അത് പരിഹരിക്കാനൊരു കഴിവ് MLA. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 916 കോടിയുടെ തിളക്കമാർന്ന വികസന മുന്നേറ്റമാണ് ഏറനാടിനുണ്ടായത്. അടിസ്ഥാന സൗകര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം തുടങ്ങി എല്ലാ മേഖലകളിലും നാട് മുന്നേറി. ആദ്യകാലത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റോഡില്ലായിരുന്നു. ആ മെയിൻ റോഡാണെങ്കിലും നിലമ്പൂർ ആ റൂബി പള്ളി വരെ ബഷീർ സാഹിബ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് റോഡ് കിട്ടിയത്. അതേപോലെ ഈ മാങ്കുളം നെല്ലിയായി ഭാഗത്തേക്കുള്ള റോഡും ബഷീർ സാഹിബിൻ്റെ ഇതുകൊണ്ട് കിട്ടിയതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടി അതേപോലെ ബഷീറാക്ക് തന്നെ ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഒരിത്. 339.28 കോടി രൂപയാണ് റോഡുകളുടെ വികസനത്തിനായി ചെലവഴിച്ചത്. അരീക്കോട് സൗത്ത് പുത്തലം, എടവണ്ണ സൗത്ത് പുത്തലം, മഞ്ചേരി നെല്ലിപ്പറമ്പ് റോഡിന് 186 കോടി അനുവദിക്കുകയും പണി പൂർത്തീകരിക്കുകയും ചെയ്തു. 186 കോടി രൂപയുടെ ഒരു മഹത്തായ പദ്ധതിയാണ് ഈ റോഡ് ഇങ്ങനെ മനോഹരമാക്കിയത്. ഇതിന്റെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഈ റോഡിന്റെ ദയനീയ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് യാഥാർത്ഥ്യമാക്കിയതിൽ നാട്ടുകാരുടെ പൂർണ്ണമായ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇത് നടപ്പിലാക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സംതൃപ്തിയാണ്. ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി നായാടംപൊയിൽ വാഴാംതോട് റോഡിന് 112 കോടി രൂപ അനുവദിച്ചു. ഈ റോഡിന്റെ പണി പുരോഗമിക്കുകയാണ്. നമ്മുടെ ഉന്നതിയിലുള്ള പല സ്ത്രീകളും അവരുടെ പ്രസവ വാർഡ് ജീപ്പിലായി മാറിയിട്ടുണ്ട്. കാരണം അത്രയും ദുർഘടം പിടിച്ച റോഡായിരുന്നു. അപ്പോൾ റോഡിന് പോകാൻ പറ്റാണ്ടെയും പ്രസവേദന വന്നിട്ട് ഇവിടുന്ന് സ്ത്രീകൾ പോണ സമയത്ത് എത്രയോ പ്രാവശ്യം ഡ്രൈവർമാർ വണ്ടി മാറ്റുന്നത്, അതിൽ പ്രസവം നടത്തി പിന്നെ ആസ്പത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ചാലിയാറിൽ നിന്ന് അവരെ വണ്ടി ക്ലീൻ ചെയ്ത് പോകുന്ന ചരിത്രം ഉണ്ടായിരുന്നു. അതേപോലെ അനവധി പിന്നെ രോഗികൾക്ക് തക്ക സമയത്ത് ചികിത്സ കിട്ടാണ്ട്. ഇപ്പം ഈ റോഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിത നിലവാരത്തിൽ. PKP എന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിയാണ്. ഈ കക്ഷി രാശിയില്ലാതെ എല്ലാവർക്കും ഏത് ടൈമിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ നമുക്ക് ചെല്ലാം, എന്ത് നിവേദനം കാര്യങ്ങളായിട്ടാണെങ്കിലും. അതുപോലെ നമുക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ വെളിച്ചവും വഴിയും ഗതാഗത യോഗ്യമാക്കി തന്നത് പി.കെ. ബഷീർ MLA സാഹിബാണ്. അദ്ദേഹം ഫസ്റ്റ് ടൈമിലാണ് നമുക്ക് ഈ പൊതുവായിട്ടുള്ള മെയിൻ വഴി റൂബി നിലമ്പൂരിലേക്ക് ബന്ധിപ്പിക്കാൻ നമുക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ നിലമ്പൂരിലേക്ക് എത്താൻ കഴിയും. നമുക്കിവിടെ ഇനി നമ്മുടെ ടൂറിസം മേഖലയിലും നമുക്ക് ഒരുപാട് ടൂറിസം മേഖലകളുണ്ട്. കക്കാടംപൊയിൽ, ആടിയൻപാറ. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ലൊരു വളർച്ചയായിരിക്കും വരാം. അപ്പോൾ നമ്മുടെ ഈ അമൽ കോളേജ്, നമ്മുടെ ഈ ഏരിയകളിൽ, നമ്മുടെ അപ്പുറത്ത് നമുക്ക് ഈ കക്കാടംപൊയിൽ ഭാഗത്തൊക്കെ ഫുള്ള് ആദിവാസി ഏരിയകളാണ്. അപ്പോൾ അവർക്ക് ഈ യാത്രാ ദുരിതം തന്നെ മാറുന്നു. തൃക്കളിയൂർ കല്ലായി റോഡ്, കാവന്നൂർ വടക്കുമല, തെരട്ടമ്മൽ ഓടക്കയം, ചാലിയാർ മതിൽമൂല റോഡ് എന്നിങ്ങനെ പ്രധാന റോഡുകളെല്ലാം മനോഹരവും സൗകര്യപ്രദവുമാക്കി. അരീക്കോട്, കാവന്നൂർ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡുകളും റബ്ബറൈസ് ചെയ്തു. ഗ്രാമീണ റോഡുകൾ റബ്ബറൈസ്ഡാക്കി മാറ്റിയ അപൂർവ MLA-മാരിൽ ഒരാളാണ് പി.കെ. ബഷീർ.
ഗ്രാമീണ മേഖലയിൽ ഒരു റോഡ് 13 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇവിടെ കാവനൂർ പഞ്ചായത്തിലെ വോട്ട് കമ്പനി മുതൽ ഈ പാറമല മുതൽ വടക്കുമല വരെ അവിടുന്ന് അങ്ങോട്ട് കാരാപ്പറമ്പിലേക്ക് ഒരു റോഡ് റബ്ബറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറനാട് നിയോജകമണ്ഡലത്തിലേക്ക് കാണാൻ കഴിയും. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുമ്പ് ഇവിടെ 5 കോടി റുപ്യേൻ്റെ ബോർഡ് വെച്ച് 2 വർഷം ഒരു രാത്രി കഴിച്ചുകൊണ്ടാണ് പോയി. അവസാനം ഞങ്ങൾക്ക് MLA ഫണ്ട് ഈ MLAൻ്റെ പരിശ്രമം കൊണ്ടാണ് ഈ റോഡ് ഉണ്ടായത്. അതിൽ എല്ലാവരും നാട്ടുകാർ മുഴുവൻ നല്ല സപ്പോർട്ടാണ് MLAൻ്റെ ഏറ്റവും നല്ലൊരു റോഡ് ഇട്ട് ഞങ്ങൾക്ക് അതിൻ്റെ മതി ഞങ്ങൾക്ക് നല്ല ഗ്രാമീണമാണ്. ഇതൊക്കെ 1 മാസം 2 മാസം കൊണ്ട് പൊളിഞ്ഞു പോണ ഇതാണ്. ഇപ്പം അതല്ല ഇപ്പം ഏറ്റവും സൂപ്പർ റോഡാണ് ഞങ്ങൾക്ക്. കാവനൂർ അല്ല ഇവിടെ കാവനൂർ വടക്കമ്മല ഈ റോഡ് ഏറ്റവും സൂപ്പർ റോഡ്. പാലങ്ങൾക്ക് വേണ്ടി 13.75 കോടി രൂപ ചെലവഴിച്ചു. കുനിയിൽ പെരിങ്കടവ് പാലം നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായി. ചിറപ്പാലത്ത് പാലം പണിതു. തോണിമറിഞ്ഞ് കുട്ടികൾ മരിക്കാനിടയായ കടവിനടുത്തുള്ള മൂർക്കനാട് നടപ്പാലം പൂർത്തീകരിച്ചു വരികയാണ്. 2008 കാലഘട്ടത്തിൽ ഇവിടെ തോണി മറിഞ്ഞ് 8 കുട്ടികൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ആ പ്രയാസം മനസ്സിലാക്കിയപ്പോൾ 2008 2009 കാലഘട്ടത്തിൽ ഇവിടെ ഒരു നടപ്പാലം നിർമ്മിച്ചു. ആ പാലം 2018-19 കാലഘട്ടത്തിൽ ഒരു പാലം മലവെള്ളപ്പാച്ചിൽ വെള്ളപ്പൊക്കം വന്നിട്ട് ഒലിച്ചു പോയി. 2020-21 കാലഘട്ടത്തിൽ ഇവിടെ നടപ്പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുറച്ച് ആളുകൾക്ക് ഇവിടെ സ്ഥിരമായി ഒരു പാലം പണിതാണ്. ആ ഒരു സ്ഥിരമായ ഒരു പാലത്തിനുള്ള ഒരു ആക്സസും കാര്യങ്ങളും ഇവിടെ ഇല്ല. അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്താണ് മൈത്രപ്പാലം, 1 കിലോമീറ്റർ അപ്പുറത്താണ് ചെറുപുഴ പാലം. കോളേജ്, അറബിക് കോളേജ്, ITI എല്ലാത്തിലേക്കും ഏറ്റവും സൗകര്യം. കാരണം 4 കിലോമീറ്റർ ചുറ്റി വരുന്നത് വെറും 100 മീറ്റർ കൊണ്ട് നമുക്ക് അരീക്കോട് എത്താം. പനമ്പിലാവ് പാലം, തൂവക്കാട് പാലം പണികളും പുരോഗമിക്കുന്നു. വളരെ ദുരിതം അനുഭവിക്കുന്ന കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇതന്നെ വീടായതുകൊണ്ട് വീട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് ഇവിടെ പാലമില്ലാത്തതുകൊണ്ട് കുട്ടികൾ, മെയിനായിട്ട് സ്കൂൾ കുട്ടികൾ വളരെ അധികം ബുദ്ധിമുട്ടുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. ഇവിടെ കുറേ കുട്ടികൾ വെള്ളത്തിൽ വീഴും, രക്ഷിതാക്കൾ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഏരിയ ആയിരുന്നു ഇവിടെ. പിന്നെ ബഷീറാക്കിൻ്റെ വളരെയധികമുള്ള പരിശ്രമ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പാലം ഇവിടെ പാസ്സായത്. ഞങ്ങളെ നാടിൻ്റെ തൂവക്കാട് എന്ന ഈ ഗ്രാമത്തിൻ്റെ ഏറെ കാലത്ത് ഞങ്ങളെ വാപ്പുപ്പാനൊക്കെ കാലം ചുരുക്കി പറഞ്ഞ ഒരു 10-50 വർഷം മുമ്പല്ലേ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളെ പൂർവികരൊക്കെ മരിച്ചുപോയി. അന്നേ തുടങ്ങിയ ഒരു ശ്രമമാണ് ഈ ഇവിടെ ഒരു പാലം വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഈ മൈത്രക്കടവ് പാലം വന്നത്. വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടലും നിരന്തരമായി ഈ മൈത്രക്കാരെക്കാളും മുന്നിൽ PK ബഷീർ സാഹിബിന് ഈ പാലം വരാനുള്ള സാഹചര്യം ഉണ്ടായത്. 1900 കോടി റുപ്യ അയാൾ ഈ 10 വർഷം കൊണ്ട് ചെലവാക്കിയ മണ്ഡലമാണ് ഏറനാട് മണ്ഡലം. അപ്പോൾ അതിനനുസരിച്ചുള്ള വികസനം നമ്മൾ നാട്ടിൽ കാണാനുണ്ട്. ഈ പാലം ഇതൊക്കെ അതിൽപ്പെട്ട ഒരു തെളിവാണ്. അതൊക്കെ ആളൊക്കെ മുൻകൈ എടുത്ത് തന്നെയാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട MLA. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്നിപ്പാറ തൂവക്കാട് പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടെ 990 കാലഘട്ടത്തിലാണ് ഒരു പാലം ഉണ്ടായിരുന്നത്. അത് കൈവേലികളൊന്നും ഇല്ലാത്ത ഒരു പാലം. വർഷകാലമായാൽ ഈ തൂവക്കാട് തോടിന് വെള്ളം വന്നാൽ ഇവിടുന്ന് ഒരു ഗതാഗത സൗകര്യമില്ല. പന്നിപ്പാറയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട ഒരു സാഹചര്യം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലായി ഇതിന് ഫണ്ട് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ സാങ്കേതികത്വം പറഞ്ഞ് എല്ലാം ഇല്ലാതെയായിപ്പോയി. അങ്ങനെയാണ് 5 കോടി രൂപ ഇതിന് ബഡ്ജറ്റ് ഫണ്ട് നീക്കി വെച്ച്, എൻ്റെ ശ്രമഫലമായി തന്നെ നീക്കി വെച്ചിട്ട് ഇത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. എൻ്റെ 70% വർക്ക് കഴിഞ്ഞു. 2-3 മാസം കൊണ്ട് യാഥാർത്ഥ്യമാകുമ്പോൾ പന്നിപ്പാറയും തൂവക്കാടും അതുപോലെ ഞങ്ങളുടെ ചെരണി മഞ്ചേരിക്കൊക്കെ ഏറ്റവും നല്ല ഗതാഗത സൗകര്യമുള്ള ഒരു പാലമായി ഇത് മാറും. ഇനി ആളുകൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ആർക്കും തന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല പന്നിപ്പാറയായിട്ട് വന്നുകൊണ്ട്. ഇത് മാത്രമല്ല, ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൽ മൂർക്കനാട് കടവിൽ ഒരു നടപ്പാലം,
ഊർങ്ങാട്ടി പഞ്ചായത്തിലെ പരമ്പിലാവിൽ ഒരു പാലം, തുവക്കാട് പാലം, 3 പാലമാണ് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ ഇതിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. കായിക രംഗത്തും PK ബഷീറിന്റെ വികസനത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞു. അരീക്കോട് സ്റ്റേഡിയം നവീകരണത്തിന് 2.5 കോടി രൂപയാണ് അനുവദിച്ചത്. കായിക മേഖലയിൽ ആകെ 4 കോടിയോളം രൂപ ചെലവഴിച്ചു. ജലജീവൻ ജലനിധി പദ്ധതികളുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ 390 കോടി അനുവദിച്ചു. ആരോഗ്യ മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ എന്നത് ഏറനാടിന്റെ പ്രധാന ആവശ്യമായിരുന്നു. 116 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി 104 കോടി, ഇടവണ്ണ CHC നവീകരണത്തിന് 5.81 കോടി, കാവന്നൂർ PHCക്ക് 5.5 കോടി. ആരോഗ്യ മേഖലയിലും നാട് കുതിക്കുകയാണ്. ബഷീറാക്ക ചാലിയാറിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. കാരണം ഈ PHC ഇതൊരു PH സെൻ്ററായിരുന്നു. ഈ PHCനെ OP ബ്ലോക്കൊക്കെ നിർമ്മിച്ച് 2-3 ഡോക്ടർമാരൊക്കെ ഉൾപ്പെടുത്തി ഒരു ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയെന്ന് പറയുന്നത് പെടുന്നതിനുണ്ടായ ഒരു വളർച്ചയാണ്. എന്താണോ ആവശ്യം അത് അറിഞ്ഞ് അതിൻ്റെ ദിഷണാബോധത്തോടു കൂടി ചാലിയാറിൻ്റെ ഈ PHCനെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാക്കി വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എക്കാലത്തും ചാലിയാർ ഓർമ്മിക്കപ്പെടാതിരിക്കില്ല. ഒരു 1,00,000 സ്ക്വയർ ഫീറ്റിലാണ് അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. എല്ലാ ആധുനിക സൗകര്യവും, സാധാരണ ഒരു കെട്ടിടം മാത്രമല്ല, 10-12 ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൽ എക്യുപ്മെൻറ്റ്സ്, CT സ്കാൻ അടക്കം ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ആശുപത്രി, 100 ബെഡ്, അതുപോലെ അതിൽ പേവാർഡുകൾ, 12 മീറ്റർ. ഇവിടുന്ന് പൂക്കോട് ചിലപ്പോഴല്ലോ ഈ സൈറ്റിൽ നിന്ന് 12 മീറ്റർ വീതിയിലാണ് റോഡ് വരും. അങ്ങനെ മനോഹരമായ കെട്ടിടം 1,00,000 സ്ക്വയർ ഫീറ്റാണ്. അടുത്ത ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു 3-5 മാസം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും എടുക്കും. അരീക്കോട് അവിടെ നിലവിലെ ആശുപത്രി, അവിടെ അരീക്കോട് താലൂക്ക് ആശുപത്രി ഇവിടെ PH ഇല്ല. അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. എല്ലാ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ആധുനിക രീതിയിലുള്ള താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമാക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ലഭിച്ച 36 കോടി രൂപ കൊണ്ട് 18 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ പണിതുയർത്തി. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന അജണ്ടയാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. തന്റെ നാടിന്റെ എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുക എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഓഫ് റോഡുകൾ താണ്ടി വനമേഖലകളിലേക്ക് സഞ്ചരിച്ചത്. PK ബഷീറിന്റെ വാഹനം സഞ്ചരിച്ച ഓഫ് റോഡുകളെല്ലാം ഓൺ റോഡുകളായി മാറുന്ന അത്ഭുതവും വനമേഖലയിൽ സംഭവിക്കുകയാണ്. ആദിവാസി മേഖലയുടെ വികസന പദ്ധതികൾക്ക് മാത്രം 6 കോടിയാണ് അദ്ദേഹം വകയിരുത്തിയത്. ഓടക്കയം, പാലക്കയം തുടങ്ങിയ ആദിവാസി മേഖലകളിൽ നിരന്തരമായി സംഭവിക്കാറുള്ള വന്യജീവി ആക്രമണം തടയുന്നതിന് ഫെൻസിംഗ് സൗകര്യം സ്ഥാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയം PK ബഷീറിന് കേവലം റോഡും പാലവും ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വം മാത്രമായിരുന്നില്ല. ആർദ്രമായ ഒരു ഹൃദയവുമായി ആ മനുഷ്യൻ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. ക്യാൻസർ ബാധിച്ച് ഏറെ വേദന സഹിച്ച് വിട പറഞ്ഞ പിതാവിൻ്റെ മുഖം ആ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ പൊന്നുമകളും ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. പിതാവിൻ്റെയും മകളുടെയും ഓർമ്മകളുമായാണ് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ എന്ന ആശയവുമായി സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നത്. ഒരു സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ഒരു കുടുംബത്തിൽ ആൾക്ക് അസുഖം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്നുള്ളത് ആലോചിക്കണം. എൻ്റെ മകള് 2001 19ാമത്തെ വയസ്സിൽ ലോകത്തോട് വിടവ്. അത് കഴിഞ്ഞ് ഞാൻ 2011 കന്നി MLA ആയി വന്നപ്പോൾ, ഏറനാടിൻ്റെ MLA ആയി വന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു, ഒരു ക്യാൻസർ ആശുപത്രി തുടങ്ങണം. ഗ്രാമീണ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ സൗജന്യ ക്യാൻസർ സെന്ററായിരുന്നു ഇത്. മാരകമായ
ഈ രോഗം ബാധിച്ചവർക്ക് 6000-ഓളം സൗജന്യ കീമോ ചികിത്സ ഇവിടെ നിന്ന് ലഭിച്ചു. Bashir Saab, he was talking to me in the car, talking about the CHC and how this one particular hospital has got equipment for early detection of cancer, mammography in a rural area. To have facilities like that, it is only an active member of assembly who can do that for you. So I congratulate all of you for electing him and for the advance booking I talked 1.5 years from now. സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസ് സൗജന്യ ഡയാലിസിസ് സെന്ററും ആരംഭിച്ചു. 10 ഡയാലിസിസ് മെഷീനുകളോടെ 2 ഷിഫ്റ്റുകളിലായി 36 പേർ ഇവിടെ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. ജൂലൈ 30 വയനാട്ടിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. ഉരുൾപൊട്ടലിന്റെ ഭീകരതയിൽ ഒരു നാട് വിറങ്ങലിച്ച സമയം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾബാധിത മേഖലയിലേക്ക് ആദ്യം ഓടിയെത്തിയ ഒരാളായിരുന്നു പി.കെ. ബഷീർ. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനുമൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി. പുനരധിവാസ പദ്ധതിയുടെ ചുമതല പാർട്ടി പി.കെ. ബഷീറിനെ ഏൽപ്പിച്ചു. അതൊരു വിശ്വാസമായിരുന്നു. ആ മനോഹരമായ വീടുകളുടെ പൂർത്തീകരണത്തിന് പി.കെ. ബഷീറിൻ്റെ ആ വലിയ സഹായം, അദ്ദേഹത്തിൻ്റെ സഹായം എന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം അത് പാർട്ടിക്ക്, മുന്നണിക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ സേവന രംഗത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു നാമധേയമായി പി.കെ. ബഷീർ മാറിയിരിക്കുന്നു. ഏറെ നാട്ടുകാരുടെ വിശ്വാസം പോലെ പി.കെ. ബഷീറിന്റെ പാർട്ടിയും അദ്ദേഹത്തെ വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യമായിരുന്നു അത്. ഉപസമിതിയുടെ കൺവീനറായി ചുമതലയേറ്റ പി.കെ. ബഷീർ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പലതവണ ചുരം കയറി. ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽ കൈമാറ്റം നടക്കുന്നതുവരെ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. അതൊരു ഇച്ഛാശക്തിയുടെ വിജയമായിരുന്നു. എല്ലാ വെല്ലുവിളികളെയും പി.കെ. ബഷീർ എന്ന ഈ മനുഷ്യൻ സധൈര്യം നേരിട്ടു. ദുരന്തബാധിതരായ കുടുംബങ്ങൾ ഇന്നേറെ സന്തോഷത്തോടെ ഈ വീടുകളിൽ ജീവിക്കുന്നു. ചരിത്ര മുഹൂർത്തത്തിനാണ് ലീഗ് സാക്ഷ്യം വഹിച്ചത്. ലീഗിൻ്റെ ഒരു ചരിത്രത്തിൽ ലീഗിൻ്റെ പേര് ലോക ഭൂപടത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എന്നും എഴുതി ചേർക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്നേ വരെ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ഉന്നത നേതാക്കളുമായുള്ള സുദൃഢ ബന്ധം പി.കെ. ബഷീറിന്റെ പൊതുപ്രവർത്തനത്തെ ധന്യമാക്കുന്നു. So the first time I met Bashir ji, I was in Hindi, I'll say it. I told the guy who works with me, I said, "Isme dum hai." Because you meet many politicians, you know. So I said, this fellow, so he's a dynamic guy and he's close to the people. അദ്ദേഹം ജനങ്ങളുമായി വളരെ അടുപ്പത്തിലാണ്, വളരെ വളരെ ചലനാത്മകമായിട്ട് വർത്തിക്കുന്ന വ്യക്തിയാണ് എന്നും ഞാൻ പറഞ്ഞു. But why am I telling you this story? Because he's the imprint of his father. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണമെന്നാൽ അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ തൻ്റെ പിതാവിൻ്റെ പ്രതിച്ഛായയാണ്. So if I want to understand his father, who I did not have the opportunity to meet, the best way to do it is to look at him. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും പിതാവിനെ കാണാൻ അദ്ദേഹത്തിലേക്ക് നോക്കിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And nothing can be hidden. ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. നിയമസഭയിൽ നാടിന്റെ ശബ്ദമായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. തനി ഏറനാടൻ ഭാഷയിൽ പി.കെ. ബഷീർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും സാഗൂതം കാത്തിരുന്നു. ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ്. ഞാൻ തന്നെയാണ് പറഞ്ഞത്, കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും കരീം കായ് തരണം. എല്ലായിടത്തും കോഴിക്കോട്, ഒരിടത്ത് ഇളമരം, ഒരിടത്തും കോഴിക്കോട് കരീം, ഒരിടത്തും കോഴിക്കോട് കരീം കാ. അത് എഴുതരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. പറയാനുള്ളത് പറഞ്ഞും നേടാനുള്ളത് നേടിയും നമുക്ക് വേണ്ടി പി.കെ. ബഷീർ മുന്നേറി. ആളില്ലാത്ത പോസ്റ്റക്ക്
ഗോളടിക്കണ മാജാസ് എൻ്റെ പ്രസംഗം. കാരണം എന്താ അറിയോ, 19 മന്ത്രിമാരവിടെ ഇല്ല, ധനകാര്യമന്ത്രി ഇല്ല. ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധം ഉള്ളത്? ആർക്കാണ് എന്ത് മന്ത്രിമാര്? ധനകാര്യമന്ത്രി അല്ലേ മറുപടി പറയണ്ടേ? നിങ്ങൾ ആരെങ്കിലും പോയി അവിടെ പറയോ? ആരുമില്ല. ഇല്ല, വെറുതെ പറയണ്ട, ഇരുന്നോളെ അവിടെ. പി കെ ബഷീർ, ഏറനാടിന്റെ MLA പി കെ ബഷീറിന് കേരളനാട്ടുകാർ എത്ര മാർക്കായിരിക്കും കൊടുക്കുക? നല്ല റാങ്ക്, നല്ല മാർക്ക്, നല്ല മാർക്ക്. വളരെ സജീവമാണ് മണ്ഡലത്തിൽ. ഏറനാട് മണ്ഡലമാണ്. പിന്നെ ആള് കുറച്ച് ലളിതപ്രിയനും ആളുകളൊക്കെ വളരെ സരസനാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരുന്ന ഒരേ ഒരു MLA ആയി ബഷീർ തുടരുന്നത് ആ ജനപ്രീതിയുടെ തെളിവാണ്. ഇവിടെ ഇപ്പം ബഷീർ കേൾക്കുന്ന ഒരു സംശയമൊന്നുമില്ല. കാരണം മുപ്പരെ പെർഫോമൻസ് അങ്ങനെ തന്നെയാണല്ലോ കാര്യമായിട്ട് കാലങ്ങളായിട്ട്. അതുകൊണ്ടാണ് പല പാർട്ടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ. ഏറനാടിൽ എന്തായാലും പി കെ ബഷീർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പിലും ആ പ്രതിഭാസം ആവർത്തിക്കുക തന്നെ ചെയ്യും. പി കെ ബഷീറിനെ മഹാഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കാനായി ഏറനാട് ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് നല്ല പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾ തന്നെയാണ് വേണ്ടത്. അപ്പം നമുക്ക് നല്ലൊരാളെ തന്നെയാണ് കിട്ടിയത്. മൂപ്പര് വെറുതെ ഒരു വിടലിൻ്റെ ആളല്ല. മൂപ്പര് ഒരു വിടൽ വിട്ടിട്ടുണ്ടെങ്കിൽ ആ വിടൽ നടപ്പിലാക്കും. സത്യസന്ധമായ വിടലേ മൂപ്പര് വിടലുള്ളൂ, നടപ്പിലാക്കുന്ന വിടലുള്ളൂ. ഏറനാട് മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടാൻ വന്നത് നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കൂട്ടാം. ഇനിയും തുടർന്ന് നമുക്ക് ഇതുപോലെ ബഷീർ MLA തന്നെ വീണ്ടും വന്നാൽ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കും. ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും. സീതി ഹാജി തുടങ്ങിവെച്ച പി കെ ബഷീർ പിന്തുടരുന്ന ഏറനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഏറെ തിളക്കം കൂട്ടാൻ പി കെ ബഷീർ തുടരണം. കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നമുക്ക് വൻ ഭൂരിപക്ഷത്തോടെ പി കെ ബഷീറിനെ വിജയിപ്പിക്കാം.